നമ്മുടെ സൗരയൂഥം ഒരു കുടുംബം പോലെയാണ്. നടുവിൽ സൂര്യൻ എന്ന കാവൽക്കാരൻ. അദ്ദേഹത്തിന് ചുറ്റും കൃത്യമായ ഭ്രമണപഥങ്ങളിൽ അനുസരണയോടെ കറങ്ങുന്ന 8 ഗ്രഹങ്ങൾ. എന്നാൽ ഇതിലേതെങ്കിലും ഒരു ഗ്രഹം ഈ കുടുംബത്തിൽ നിന്ന് തെറിച്ചകന്നു പോയാലോ? അങ്ങകലെ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢമായ ഇരുട്ടറകളിൽ ഒരു നിയമവും പാലിക്കാതെ ചില നാടോടികൾ അലഞ്ഞുതിരിയുന്നുണ്ട്. മാതൃനക്ഷത്രമില്ലാത്തവർ, സൂര്യപ്രകാശത്തിൻ്റെ സ്പർശമേൽക്കാത്തവർ, സ്വന്തമായൊരു പകൽ പോലുമില്ലാത്ത നിഗൂഢ ലോകങ്ങൾ. ഔമോമാവയെയും ഈയിടെ കണ്ടെത്തിയ 3i അറ്റ്ലസിനെയും പോലെ ഇത്തരത്തിലൊന്ന് നമ്മുടെ സൗരയൂഥത്തിലൂടെയും കടന്നുപോയാലോ? എങ്ങനെയാണ് ഇവ ഉണ്ടായത്? ഭീകരമായ തണുപ്പിൽ ഉറഞ്ഞു കിടക്കുന്ന ഈ ഇരുണ്ട ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ടോ? നമ്മുടെ ഭൂമിക്ക് ഇവരിൽ നിന്ന് വല്ല ഭീഷണിയുമുണ്ടോ? കോടിക്കണക്കിന് വർഷങ്ങളായി ബഹിരാകാശത്തിൻ്റെ ശൂന്യതയിലൂടെ ലക്ഷ്യമില്ലാതെ ഒഴുകി നീങ്ങുന്ന ഇവരെ ശാസ്ത്രം വിളിക്കുന്ന പേരാണ് റോക്ക് പ്ലാനറ്റ്സ്. വെൽക്കം, ഇറ്റ്സ് ഇൻഫോ ടൈം. ഭൂമിയിൽ ഓരോ ദിവസവും ആകാശം മാറിക്കൊണ്ടിരിക്കും. കാരണം സമയം സൂക്ഷിക്കാൻ നമുക്കൊരു സൂര്യനുണ്ട്. എന്നാൽ ഒരു റോക്ക് പ്ലാനറ്റിൻ്റെ കാര്യം അങ്ങനെയല്ല. ഒരു നക്ഷത്രത്തെയും വലം വയ്ക്കാതെ ഇൻഡർസ്റ്റെല്ലാർ സ്പേസിലൂടെ ഇവ സഞ്ചരിക്കുന്നു. ഇവർക്ക് സ്ഥിരമായ ഒരു പകലോ പുറത്തുനിന്ന് ലഭിക്കുന്ന ചൂടോ ഇല്ല. കേൾക്കുമ്പോൾ ഇതൊരു ലളിതമായ പേര് മാത്രമായി തോന്നാം. എന്നാൽ ഭൗതികമായി നോക്കിയാൽ ഇതൊരു ഭീകരമായ അവസ്ഥയാണ്. സാധാരണ ഒരു ഗ്രഹത്തെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, അതിലെ വെളിച്ചം, താപനില, കാലാവസ്ഥകൾ എല്ലാം നൽകുന്നത് അതിൻ്റെ മാതൃനക്ഷത്രമാണ്. ആ നക്ഷത്രത്തെ അങ്ങ് മാറ്റി നോക്കൂ. ബാക്കിയാകുന്നത് ആ ഗ്രഹത്തിൻ്റെ ഭാരവും അതിൻ്റെ സ്വന്തം ഗ്രാവിറ്റിയും അത് ജനിച്ചപ്പോൾ കിട്ടിയ കുറച്ച് ചൂടും മാത്രമാണ്. അതുകൊണ്ടാണ് ഈ അടുത്ത് അതിവേഗം വളരുന്ന ഒരു യങ് റോക്ക് പ്ലാനറ്റിനെ കണ്ടെത്തിയത് ശാസ്ത്രലോകത്ത് ഇത്ര വലിയ ചർച്ചയായത്. അതൊരു കൗതുകം മാത്രമല്ല, ഒരു നക്ഷത്രത്തിൻ്റെ സഹായമില്ലാതെ തന്നെ ഗ്രഹങ്ങൾക്ക് എങ്ങനെ രൂപപ്പെടാമെന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ശാസ്ത്രം റോക്ക് പ്ലാനറ്റുകളെ നിർവചിക്കുന്നത് വളരെ ലളിതമായ ഒരു നിയമം വച്ചാണ്. ഒരു നക്ഷത്രത്തെയും ഭ്രമണം ചെയ്യാത്ത, എന്നാൽ ഒരു ഗ്രഹത്തിൻ്റെ അത്രയും പിണ്ഡമുള്ള ഏതൊരു വസ്തുവും റോക്ക് പ്ലാനറ്റാണ്. അതെങ്ങനെ ഉണ്ടായി? പണ്ട് ഏതെങ്കിലും കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നോ? അതോ അതൊരു ഗ്യാസ് ജെയിൻ്റ് ആണോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം മാത്രം. നക്ഷത്രമില്ലാതെ ഒറ്റയ്ക്ക് അലയുന്ന ഗ്രഹം, അതാണ് അതിൻ്റെ ഒരേ ഒരു തിരിച്ചറിയൽ കാർഡ്. ഈ റോക്ക് പ്ലാനറ്റുകൾക്ക് പ്രധാനമായും 2 ജന്മരഹസ്യങ്ങളാണുള്ളത്. ഇവരിൽ ഭൂരിഭാഗം പേരും ഒരിക്കൽ നമ്മളെപ്പോലെ ഒരേ കുടുംബത്തിൽ, അതായത് ഒരു സൗരയൂഥത്തിൽ ജനിച്ചവരാണ്. എന്നാൽ സൗരയൂഥങ്ങൾ രൂപപ്പെടുന്ന ആ ആദ്യ കാലഘട്ടം എന്നത് വളരെ അസ്ഥിരമായ ഒന്നാണ്. അവിടെ വലിയ ഗ്രഹങ്ങൾ തമ്മിൽ ഗ്രാവിറ്റി കൊണ്ടുള്ള ഒരു വടം വലിയെപ്പോഴും നടക്കാറുണ്ട്. ഈ മത്സരത്തിൽ വ്യാഴത്തെപ്പോലുള്ള ഭീമൻ മത്സരങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് ചിലപ്പോൾ ചെറിയ ഗ്രഹങ്ങൾ പുറത്തേക്ക് തെറിച്ചു പോകും. സ്വന്തം സൗരയൂഥത്തിൻ്റെ ഗ്രാവിറ്റിയേക്കാൾ വലിയ വേഗതയിൽ പുറത്തേക്ക് എറിയപ്പെടുന്നതോടെ ആ ഗ്രഹം എന്നേക്കുമായി പുറത്താക്കപ്പെടുന്നു. പിന്നീട് അവർക്കൊരു തിരിച്ചുപോക്കില്ല. എന്നാൽ എല്ലാവരും ഇങ്ങനെ പുറത്താക്കപ്പെട്ടവരല്ല. ചിലർ ജനനം കൊണ്ടേ ഏകാന്തത വിധിക്കപ്പെട്ടവരാണ്. ഇതാണ് രണ്ടാമത്തെ രീതി. നക്ഷത്രങ്ങൾ ജനിക്കുന്നത് പോലെ ഗ്യാസും പൊടിപടലങ്ങളും ചുരുങ്ങി ഇവ രൂപപ്പെടുന്നു. സാധാരണ ഇങ്ങനെ ചുരുങ്ങുന്ന മേഘങ്ങൾ ഉള്ളിൽ ചൂടുകൂടി ഹൈഡ്രജൻ ഫ്യൂഷൻ ആരംഭിച്ച് നക്ഷത്രങ്ങളായി മാറുകയാണ് പതിവ്. പക്ഷേ ഒരു നക്ഷത്രമായി കത്താൻ ആവശ്യമായ ഭാരം ഇവർക്ക് കിട്ടിയില്ലെങ്കിലോ? ഫ്യൂഷൻ നടക്കില്ല. അവ ഒരിക്കലും വെളിച്ചം തരില്ല. നക്ഷത്രമാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് ഒടുവിൽ ഒരു ഗ്രഹത്തിൻ്റെ രൂപത്തിൽ അവ ബാക്കിയാകുന്നു. ഈ റോക്ക് പ്ലാനറ്റുകളെ കണ്ടെത്തുക എന്നത് ശാസ്ത്രജ്ഞർക്ക് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ലളിതമാണ്. അവ പ്രകാശിക്കുന്നില്ല. അവയ്ക്ക് മേൽ വെളിച്ചം വീഴുന്നുമില്ല. നമ്മൾ സാധാരണ അന്യഗ്രഹങ്ങളെ കാണുന്നത് അവ മാതൃനക്ഷത്രത്തിൻ്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ റോക്ക് പ്ലാനറ്റുകൾക്ക് വെളിച്ചം നൽകാൻ അടുത്ത ആരുമില്ല. പ്രായമാകുന്തോറും അവ തണുത്തുറഞ്ഞ് പ്രകാശത്തിൻ്റെ ഇരുട്ടിൽ അലിഞ്ഞു ചേരുന്നു. പിന്നെ എങ്ങനെയാണ് ഇത്രയും കൃത്യമായി അവയുടെ ഭാരവും സ്വഭാവവും ശാസ്ത്രം അളക്കുന്നത്? ഇവിടെയാണ് ശാസ്ത്രജ്ഞർ പ്രപഞ്ച ഡിറ്റക്റ്റീവുകളായി മാറുന്നത്. ഇവരെ നേരിട്ട് കാണാൻ കഴിയില്ലെങ്കിലും അവയുടെ ഗ്രാവിറ്റിക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല. ഇതിനെയാണ് ഗ്രാവിറ്റേഷണൽ മൈക്രോ ലെൻസിങ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഒരു ദൂരദർശിനിയിലൂടെ ഒരു നക്ഷത്രത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് ആ നക്ഷത്രത്തിൻ്റെ വെളിച്ചം ഒന്ന് കൂടി വരുന്നു, എന്നിട്ട് പഴയതുപോലാകുന്നു. ഇതിന് കാരണം നമ്മുടെ കണ്ണിനും ആ നക്ഷത്രത്തിനും ഇടയിലൂടെ ഒരു റോക്ക് പ്ലാനറ്റ് കടന്നുപോയതാണ്. അതിൻ്റെ ഭീമൻ ഗ്രാവിറ്റി കാരണം പിന്നിലെ നക്ഷത്രത്തിൽ നിന്നുള്ള വെളിച്ചം ഒന്ന് വളയുന്നു. അങ്ങനെ ആ നക്ഷത്രം നമുക്ക് കൂടുതൽ തെളിച്ചമുള്ളതായി തോന്നി. ആ വെളിച്ചം കൂടിയ സമയം നോക്കി ആ കണ്ണിൽ പെടാത്ത ഗ്രഹത്തിന് എത്ര ഭാരമുണ്ടെന്ന് നമുക്ക് കണക്കാക്കാം. പക്ഷേ ഇത് ഗ്രഹം മറ്റൊന്നിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ മാത്രം നടക്കുന്ന കാര്യമാണ്. എന്നാൽ ഗ്രഹം കുട്ടിയായിരിക്കുമ്പോൾ മറ്റൊന്നാണ് സംഭവിക്കുന്നത്.
ഒരു ഗ്രഹം ജനിച്ചു വീഴുന്ന ആദ്യകാലങ്ങളിൽ അതിൻ്റെ ഉള്ളിൽ ഭീകരമായ ചൂടായിരിക്കും. ആ ചൂട് കാരണം ഇൻഫ്രാറെഡ് വെളിച്ചത്തിൽ അവ ഒരു തീക്കനൽ പോലെ തിളങ്ങുന്നുണ്ടാവാം. ആ സമയത്ത് അവയെ നേരിട്ട് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ആ വെളിച്ചത്തെ കീറി മുറിച്ച് പരിശോധിച്ചാൽ ആ ഗ്രഹം എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വരെ നമുക്ക് ഏറെക്കുറെ പറയാൻ കഴിയും. ഈ രണ്ടാമത്തെ വഴിയിലൂടെയാണ് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച ആ കേസ് ഫയൽ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് 2025 ഒന്ന് പോകാം. ശാസ്ത്രലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു വിചിത്ര സംഭവം. ലൊക്കേഷൻ കമേലിയൻ കോൺസ്റ്റലേഷൻ. ഭൂമിയിൽ നിന്ന് ഏകദേശം 620 പ്രകാശവർഷം അകലെ. പ്രതി CHA 11077626. ഇതൊരു സാധാരണ റോക്ക് പ്ലാനറ്റ് അല്ല. വ്യാഴത്തിൻ്റെ 5 മടങ്ങ് ഭാരമുള്ള ഇവൻ ബഹിരാകാശത്ത് ഒറ്റയ്ക്ക് അലയുകയാണെങ്കിലും ഇവൻ്റെ പെരുമാറ്റം ഒരു നക്ഷത്രത്തെ പോലെയാണ്. 2025 ഓഗസ്റ്റിൽ ജ്യോതിശാസ്ത്രജ്ഞർ അത്ഭുതകരമായൊരു കാഴ്ച കണ്ടു. ഈ ഗ്രഹം പെട്ടെന്നങ്ങ് തിളങ്ങാൻ തുടങ്ങി. അതൊരു സാധാരണ തിളക്കമായിരുന്നില്ല. പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ആ ഗ്രഹം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ചുറ്റുമുള്ള പൊടിപടലങ്ങളുടെ ഡിസ്കിൽ നിന്ന് സെക്കൻഡിൽ 600 കോടി ടൺ മാറ്ററാണ് ഇത് ഉള്ളിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഗ്രഹത്തിലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത അത്രയും ഭീകരമായൊരു ഗ്രോത്ത് ബേസ്റ്റ് ആയിരുന്നു അത്. യൂറോപ്യൻ സതേൺ ഒബ്സർവേറ്ററി നടത്തിയ നിരീക്ഷണങ്ങളിൽ ഈ വളർച്ചയ്ക്ക് പിന്നിലെ രഹസ്യം ചുരുളഴിഞ്ഞു. യുവ നക്ഷത്രങ്ങളിൽ കാണുന്ന പോലെ ശക്തമായ കാന്തികക്ഷേത്രം ഈ മാറ്ററിനെ ഡിസ്കിൽ നിന്ന് ഉള്ളിലേക്ക് ചാനലൈസ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ പ്രക്രിയക്കിടയിൽ അവിടെ നീരാവിയും കണ്ടെത്തി. അതിനു മുമ്പുള്ള നിരീക്ഷണങ്ങളിൽ അത് വ്യക്തമായി കാണപ്പെട്ടിരുന്നില്ല. ഇവിടെയാണ് ശാസ്ത്രം ശരിക്കും കുഴങ്ങിയത്. നക്ഷത്രങ്ങളുടെ രൂപീകരണ സമയത്ത് മാത്രം കാണുന്ന പ്രതിഭാസങ്ങളാണിത്. ഇവനെ ഗ്രഹം എന്ന് വിളിക്കണോ അതോ തോറ്റുപോയ നക്ഷത്രം എന്ന് വിളിക്കണോ? ഒരു ഗ്രഹം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പഠിക്കാൻ പോയവർക്ക് മുന്നിൽ നക്ഷത്രത്തെ പോലെ പെരുമാറുന്ന ഒരു വിചിത്ര ലോകം. ഈ കണ്ടെത്തൽ പ്ലാനറ്റ് ഫോർമേഷൻ തിയറികൾക്ക് ഒരു ശക്തമായ പുതിയ കൺസ്ട്രെയിൻസ് ചേർത്തു. ഗ്രഹനക്ഷത്ര രൂപീകരണ അതിർത്തി ഒരു തുടർച്ചയായ സ്പെക്ട്രം ആകാമെന്ന ആശയം ഇത് കൂടുതൽ ശക്തമാക്കി. CHA 11077626 എന്ന തീറ്റപ്രിയൻ ഗ്രഹത്തെ കണ്ടെത്തുന്നതിന് മുൻപേ തന്നെ ശാസ്ത്രജ്ഞർക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. ഇവൻ ഒറ്റയ്ക്കല്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പലപ്പോഴായി നമ്മൾ ഇത്തരം നിരവധി നാടോടി ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെല്ലാം ഒരേപോലെയല്ല എന്നതാണ് രസകരമായ കാര്യം. ഓരോന്നും ഓരോ കഥയാണ് പറയുന്നത്. ഇതിൽ ചിലരെ നമ്മൾ കണ്ടെത്തിയത് നമ്മുടെ ഗാലക്സിയുടെ ഉള്ളിലേക്ക് നോക്കിയുള്ള മൈക്രോ ലെൻസിൻ സർവേകളിലൂടെയാണ്. ഭൂമിയുടെ അത്രയും ഭാരമുള്ളവർ മുതൽ നെപ്റ്റ്യൂണിനെയും ശനിയെയും പോലെ ഭീമന്മാർ വരെ അക്കൂട്ടത്തിലുണ്ട്. ഇവരൊക്കെ നമ്മുടെ സൗരയൂഥം പോലുള്ള കുടുംബങ്ങളിൽ നിന്നും പണ്ട് പുറത്താക്കപ്പെട്ടവരാണെന്നതിന് ശക്തമായ തെളിവുകളുണ്ട്. എന്നാൽ മറ്റൊരു കൂട്ടരുമുണ്ട്. നക്ഷത്രങ്ങൾ ജനിക്കുന്ന സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുന്ന കുഞ്ഞൻ ഗ്രഹങ്ങൾ. ഉദാഹരണത്തിന് PSO J318.522, OTS 44 തുടങ്ങിയവ. ഇവർക്ക് സ്വന്തമായൊരു നക്ഷത്രമില്ലെങ്കിലും ഇവരെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. കാരണം ലളിതമാണ്. ഇവർ ഇപ്പോഴും ചൂടോടെ ഇരിക്കുന്നവരാണ്. ഇവരുടെ സ്പെക്ട്രം പരിശോധിച്ചപ്പോൾ കട്ടിയുള്ള അന്തരീക്ഷവും ചുറ്റും പൊടിപടലങ്ങളുടെ ഡിസ്കും വരെ കണ്ടെത്തി. ഇക്കൂട്ടർ പുറത്താക്കപ്പെട്ടവരല്ല, മറിച്ച് നക്ഷത്രമാകാൻ ശ്രമിച്ച് പാതി വഴിയിൽ ഗ്രഹങ്ങളായി പോയവരാകാനാണ് സാധ്യത. പേരുകൾ ഓർത്തിരിക്കേണ്ടതില്ല, പക്ഷേ ഈ പാറ്റേൺ ശ്രദ്ധിക്കൂ. ചിലർ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, ചിലർ ജനനത്തിലേ ഒറ്റപ്പെട്ടവർ. റോക്ക് പ്ലാനറ്റ് എന്നത് ഒരൊറ്റ സാധനമല്ല, മറിച്ച് പലതരം ഗ്രഹങ്ങളുടെ ഒരു കൂട്ടമാണ്. നമ്മുടെ വ്യാഴത്തിൻ്റെ അത്രയും ഭാരമുള്ള ഒരു റോക്ക് പ്ലാനറ്റിന് വ്യാഴത്തിൻ്റെ അതേ ഗ്രാവിറ്റിയും അതേ മർദ്ദവും ഉണ്ടാകും. നക്ഷത്രമില്ലാത്തത് കൊണ്ട് ഗ്രാവിറ്റി പോകുന്നത് പുറത്തുനിന്ന് കിട്ടുന്ന ചൂട് മാത്രമാണ്. ഇവയുടെ ഉള്ളിലേക്ക് നോക്കിയാൽ ഒരു സാധാരണ ഗ്യാസ് ജെയിൻറ്റിനെ പോലെ തന്നെയാണ് ഇവരും. ഹൈഡ്രജനും ഹീലിയവും കൊണ്ട് നിറഞ്ഞ ഉള്ളിലേക്ക് പോകുന്തോറും മർദ്ദം കൂടി വരുന്ന ഒരു ലോകം. എന്നാൽ ഊർജ്ജത്തിൻ്റെ കാര്യം വ്യത്യസ്തമാണ്. സൂര്യനില്ലാത്തതുകൊണ്ട് ഇവർക്ക് സ്വന്തം ഊർജ്ജം കണ്ടെത്തിയേ തീരും. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. ആദ്യം ആ ഗ്രഹം രൂപപ്പെടുമ്പോൾ ഉണ്ടായ ഭീകരമായ ചൂട് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടാകാം. യങ് റോക്ക് പ്ലാനറ്റുകൾ ഇരുട്ടിൽ തിളങ്ങുന്നത് ഈ ചൂട് പുറത്തുവിടുന്നതുകൊണ്ടാണ്. കാലങ്ങൾ കഴിയും തോറും ഈ ഭീമൻ ഗ്രഹങ്ങൾ മെല്ലെ ഒന്ന് ചുരുങ്ങാൻ തുടങ്ങും. ആ ചുരുങ്ങൽ മതി ഉള്ളിൽ വീണ്ടും വലിയൊരു ചൂട് നിലനിർത്താൻ. ഇനി നമ്മൾ നേരത്തെ കണ്ട CHA 1107 കാര്യമെടുത്താലോ? ഇവിടെ ഗ്രാവിറ്റി മറ്റൊരു കളി കൂടെ കളിക്കുന്നുണ്ട്. പുറത്തെ ഡിസ്കിൽ നിന്ന് മാറ്റർ ഗ്രഹത്തിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണം കൊണ്ട് ഭീകരമായ ചൂട് അവിടെ ഉണ്ടാകുന്നു. ന്യൂക്ലിയർ ഫിഷൻ ഇല്ലാതെ തന്നെ ഗ്രാവിറ്റി ഉപയോഗിച്ച് ഊർജ്ജമുണ്ടാകുന്ന വിദ്യ. സൂര്യനില്ലാത്തതുകൊണ്ട് ഇവർക്ക് നഷ്ടപ്പെടുന്നത് ടെമ്പറേച്ചർ റെഗുലേഷൻ മാത്രമാണ്. കാലങ്ങൾ കഴിയുമ്പോൾ ഇവ തണുക്കും, വെളിച്ചം വാങ്ങും, ഒടുവിൽ ബഹിരാകാശത്തിൻ്റെ ഇരുട്ടിൽ അലിഞ്ഞു ചെയ്യും. പക്ഷേ ഓർക്കുക, ഇതൊന്നും ഡെത്ത് ബേർഡ്സ് അല്ല.
പുറത്തെ നക്ഷത്രത്തെ ആശ്രയിക്കാതെ സ്വന്തം നിയമങ്ങൾക്കനുസരിച്ച് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ജീവിക്കുന്ന ഏകാന്ത സഞ്ചാരികളാണിവർ. ഇത്രയും കാലം ശാസ്ത്രം വിശ്വസിച്ചിരുന്നത് ഒരു പഴയ നിയമമായിരുന്നു. ഒരു ഗ്രഹം ഉണ്ടാകണമെങ്കിൽ അതിന് നടുവിലൊരു നക്ഷത്രം വേണം. നക്ഷത്രത്തിന് ചുറ്റും ഡിസ്കിൽ നിന്ന് ഗ്രഹങ്ങൾ ജനിക്കുന്നു. അവ അവിടെ തന്നെ തുടരുന്നു. അതിനിടയിൽ എപ്പോഴെങ്കിലും പുറത്താക്കപ്പെടുന്നവരെയാണ് നമ്മൾ റോക്ക് പ്ലാനറ്റുകൾ എന്ന് വിളിച്ചിരുന്നത്. അതായത് അവർ വെറും അപകടങ്ങൾ മാത്രമാണെന്ന്. പക്ഷേ CHA 1107 7626 എന്ന ആ ഗ്രഹത്തിൻ്റെ കണ്ടെത്തലോടെ ഈ പഴയ തിയറി നമ്മൾ ചവറ്റുകുട്ടയിലേക്ക് എറിയുകയാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ട ബേഴ്സ്റ്റി അക്രീഷൻ സാധാരണയായി യങ് സ്റ്റാറുകളിലാണ് കാണാറുള്ളത്. ചുരുക്കത്തിൽ ഗ്രഹങ്ങൾ ഉണ്ടാകാൻ നക്ഷത്രങ്ങളുടെ സഹായം ആവശ്യമില്ല. ഗ്രാവിറ്റിയും ഗ്യാസും കാന്തിക മണ്ഡലങ്ങളും മാത്രം മതി. പ്രപഞ്ചത്തിന് എവിടെ വേണമെങ്കിലും ലോകങ്ങളെ സൃഷ്ടിക്കാം. നമ്മൾ കണ്ടതൊന്നും ഒന്നുമല്ല. നമ്മൾ ഇതുവരെ കണ്ടെത്തിയ റോക്ക് പ്ലാനറ്റുകൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. കാരണം നമ്മുടെ സാങ്കേതിക വിദ്യയ്ക്ക് പരിധികളുണ്ടായിരുന്നു. പക്ഷേ അത് മാറാൻ പോവുകയാണ്. അടുത്ത തലമുറ ടെലിസ്കോപ്പുകൾ വരുന്നതോടെ നമ്മൾ ആയിരക്കണക്കിന്, ഒരുപക്ഷെ കോടിക്കണക്കിന് പുതിയ റോക്ക് പ്ലാനറ്റുകളെ കണ്ടെത്തിയേക്കും. ഭൂമിയുടെ വലിപ്പമുള്ള ചെറിയ ഗ്രഹങ്ങളെ വരെ കണ്ടെത്താൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? ഇവ പ്രപഞ്ചത്തിലെ ഒരു ലബോറട്ടറിയാണ്. സൂര്യനെ പോലൊരു നക്ഷത്രത്തിൻ്റെ സ്വാധീനമില്ലാതെ ഒരു ഗ്രഹം തനിയെ എങ്ങനെ പെരുമാറുന്നു എന്ന് പഠിക്കാൻ ഇതിലും നല്ലൊരു അവസരമില്ല. ഗ്രാവിറ്റിയും അന്തരീക്ഷവും കാന്തിക ശക്തിയുമെല്ലാം അവയുടെ ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ തന്നെ അവിടെ കാണാം. നമ്മൾ കരുതുന്നത് നമ്മളാണ് ഈ പ്രപഞ്ചത്തിലെ നോർമൽ എന്നാണ്. പക്ഷേ സത്യം അതല്ല. ഒരു നക്ഷത്രത്തിൻ്റെ ചൂടേറ്റ് കഴിയുന്ന നമ്മളാണ് യഥാർത്ഥത്തിൽ അപൂർവമായവർ. ഈ പ്രപഞ്ചം നിറയെ ഇത്തരം ഏകാന്ത സഞ്ചാരികളാണ്. നക്ഷത്രങ്ങളില്ലാത്ത, പകലുകളില്ലാത്ത, എന്നാൽ സ്വന്തമായ നിയമങ്ങളുള്ള ലോകങ്ങൾ. സൂര്യനില്ലാതെയും ഗ്രഹങ്ങൾക്ക് ജനിക്കാമെന്നും വളരാമെന്നും അവ നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ദിവസം നമ്മുടെ ഭൂമിക്ക് സൂര്യനെ നഷ്ടപ്പെട്ടാലോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വമ്പൻ ഗ്രഹം നമ്മളെ ഈ സൗരയൂഥത്തിൽ നിന്ന് പുറത്താക്കിയാലോ? സമുദ്രങ്ങൾ ഉറഞ്ഞു പോയാലും അന്തരീക്ഷം തണുത്തുറഞ്ഞാലും ഭൂമിയുടെ ഉള്ളിലെ ചൂടിൽ എവിടെയെങ്കിലും ജീവൻ ബാക്കിയുണ്ടാകുമോ? അതോ നിത്യമായ ഇരുട്ടിലേക്ക് നമ്മളും അലിഞ്ഞു ചേരുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സൂര്യനില്ലാത്ത ഒരു റോക്ക് പ്ലാനറ്റായി ഭൂമി മാറിയാൽ മനുഷ്യരാശിക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? നിങ്ങളുടെ ചിന്തകൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അറിവുകൾ പങ്കുവയ്ക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രപഞ്ചത്തിലെ കൂടുതൽ രഹസ്യങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഇറ്റ്സ് ഇൻഫോ ടൈം, സൈനിങ് ഓഫ്.